ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പം എൻ്റെ വീട്ടിലില്ലേ പുലർച്ച ഒരു 5:30 സമയത്തെ കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇന്ന് ഞാൻ നേരത്തെ എണീച്ചിട്ടുണ്ടായിന്. അലാറമിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിട്ടാ, അല്ലാതെ തന്നെ ഞാൻ ഉറക്കം ഞെട്ടിയിട്ടുണ്ടായിന്. നേരത്തെ എണീക്കാൻ കാര്യം എന്താ വെച്ചാൽ ഇന്ന് നമുക്കൊന്ന് അമ്പലത്തിലേക്ക് പോകാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ അലാറം വെച്ചിട്ടുണ്ടായിന് രാവിലെ എണീക്കാൻ വേണ്ടി. പക്ഷെ അലാറം അടിക്കുന്നതിന് മുന്നേ ഞാൻ ഞെട്ടിയിട്ടുണ്ടായിന്. ആ ഇരുട്ടിൻ്റെ സൗണ്ടൊന്നും ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ. അടുക്കള വശത്തേക്കെല്ലാം വരാൻ എനിക്ക് എന്തോ ഒരു പേടിയാവുന്നു. ഇതുവരെ വെളിച്ചം വന്നിട്ടേ ഇല്ല. ഞാനാണെങ്കിൽ തണുത്ത് വിറച്ചിട്ടാണ് ഈ വീഡിയോയിൽ എടുക്കുന്നത്. എനിക്കാണെങ്കിൽ തണുത്തിട്ട് എൻ്റെ പല്ലിങ്ങനെ തമ്മിലിങ്ങനെ കൂട്ടി അടിക്കുന്നുണ്ട്. നല്ല തണുപ്പുണ്ട്. ആ തണുപ്പോടെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. കുറച്ച് ദിവസമായി മാടായിക്കാവ് അമ്പലത്തിൽ പോകാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നത്. അപ്പം പ്ലാൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും ആയിട്ടൊരു മുടക്കം ഉണ്ടാവും. അപ്പം ഇന്നെന്തായാലും പോകാമെന്ന് വിചാരിച്ചു. അതിൽ കുഞ്ഞാവക്ക് മാത്രം വരാൻ പറ്റില്ല. കുഞ്ഞാവ് പീരീഡ്സ് ആയിട്ടാണെന്നല്ലേ. അപ്പോൾ ഓള് പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ പോയിട്ട് വാ, നമുക്ക് വേറെ ദിവസം പോകാമെന്ന് പറഞ്ഞു. അമ്മയാണെങ്കിൽ രാവിലെ എണീച്ചിട്ട് ചായ ആക്കേണ്ട പരിപാടിയാണ്. വീട്ടിലിപ്പോൾ ഞാനും അമ്മയും മാത്രമേ എണീച്ചിട്ടുള്ളൂ. എൻ്റെ അതേപോലെയാണ് അമ്മയും. അമ്മക്കും ഇരുട്ട് ഭയങ്കര പേടിയാണ്. അപ്പോൾ രാത്രി ആയാലും പുലർച്ചക്കല്ലാണെങ്കിലും നമ്മൾ ആരെങ്കിലും ഒരാളെ കൂട്ട് വിളിക്കാണ്ട് അമ്മ ഒറ്റക്ക് പോകില്ല. ഒറ്റക്ക് ഭയങ്കര പേടിയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നല്ല മഴയാണ് ഉണ്ടായത്. ഞാൻ അതിനിടയിൽ ഒരു 6:30 കുളിച്ച് വിളക്ക് വെച്ചു. കുറച്ച് നേരം ഭക്തിയാനും കേട്ട് ഇങ്ങനെ ഇരുന്നു. അതിനുശേഷം അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടിയതാണ് ഞാൻ റെഡി ആയിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒറ്റയ്ക്ക് സാരി ഉടുക്കാൻ ഇതുവരെ ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ കുറേ പ്രാവശ്യം സാരി ഉടുത്തിട്ടുണ്ട്. പക്ഷെ എനിക്ക് സ്വയം ഉടുക്കാൻ ചെറുതായിട്ട് അറിയാം, എന്നാലും പെർഫെക്റ്റ് ആവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പം അമ്മേനോടാണ് സാരി ഉടുത്തരാൻ പറയല്. അമ്മക്കും അത്ര നന്നായിട്ട് അറിയില്ല, എന്നാലും എന്നെക്കാളും വൃത്തിയിലൊടുക്കും. അമ്പലത്തിൽ പോകുമ്പോൾ തല കുളിക്കാണ്ട് പോകാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ഞാൻ തല കുളിച്ചിട്ടുണ്ടായിനി. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ തല കുളിച്ചിട്ട് പുറത്ത് പോകാൻ ഒട്ടും ഇഷ്ടമല്ല. എൻ്റെ മുടി ഒരുമാതിരി ഒട്ടി നിൽക്കുന്ന ഒരു മുടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ കുളിച്ചിട്ട് തല കുറച്ച് നേരം ഉണക്കിയെടുത്തു. അതിനുശേഷം നേരെ ചായ അടിക്കാൻ പോയി. വീട്ടിൽ നിന്ന് എല്ലാവരും എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പം ഏറ്റവും ഫസ്റ്റ് റെഡി ആവല് ഞാനായിരിക്കും. എനിക്ക് നേരത്തെ റെഡി ആയിട്ടൊരു സ്ഥലത്ത് അനങ്ങാണ്ടിരിക്കണം. എനിക്കിങ്ങനെ തിരക്കിനിടയിൽ റെഡിയാവുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. തിരക്ക് പിടിച്ച് റെഡിയാവുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. അമ്മമാരെ ഏച്ചു കൂടി വരുന്നുണ്ട് ലക്ഷ്മി അമ്മമ്മ. എൻ്റെ എല്ലാ വീഡിയോസും കാണുന്ന ആൾക്കാർക്ക് ലക്ഷ്മി അമ്മമ്മനെ പരിചയം ഉണ്ടാവുമായിരിക്കും. അപ്പം ലക്ഷ്മി അമ്മമ്മ ആണെങ്കിൽ നേരത്തെ വീട്ടിൽ റെഡി ആയിട്ട് കുറേ നേരമായി കോൾ ചെയ്യുന്നത്, നിങ്ങൾ വരലായില്ലെന്ന് ചോദിച്ചിട്ട്. വീട്ടിലാണെങ്കിൽ എല്ലാവരും മെല്ലെ റെഡിയാവുന്ന അത്ര. ഞാനാണെങ്കിൽ നേരത്തെ കീഞ്ഞുകൊണ്ട് എനിക്ക് സമാധാനമായി. ഒടുവിൽ എൻ്റെ തിരക്ക് കൂട്ടലുകൊണ്ട് എല്ലാവരും റെഡി ആയിട്ടുണ്ട്. വീടിന് ചുറ്റും വെള്ളം കെട്ടി നിൽക്കുന്നതുകൊണ്ട് തന്നെ കാറൊന്നും ഇങ്ങോട്ടേക്ക് എടുക്കാൻ പറ്റൂല. ഇല്ലെങ്കിൽ അധികവും കാർ അപ്പുറം വില്ലസിൻ്റെ ആടെയാണ് വെക്കല്. ഇപ്പം കാർ ഇങ്ങോട്ടേക്ക് എടുക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ അമ്മമ്മയുടെ വീട്ടിലാണ് കാറ് വെക്കല്. ആടെ അച്ഛൻ കാറ് വെച്ചിട്ട് വീട്ടിലേക്ക് നടന്നിട്ട് വരും. അമ്മമ്മയുടെ വീട്ടിലേക്ക് കുറച്ച് നടന്നിട്ട് പോകാനുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ, എന്നാലും കുറച്ച് നടക്കാനുണ്ട്. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് നടന്നു. എനിക്കാണെങ്കിൽ ആദ്യം സാരി ഉടുക്കാൻ ഭയങ്കര മടിയാണ് ഉണ്ടായത്. കണ്ടത്തിലെല്ലാം വെള്ളമായതുകൊണ്ട് ചിലപ്പോൾ ഈ സാരി വെള്ളത്തിലിട്ട് വലിയോ എന്നുള്ളൊരു പേടി ഉണ്ടായിനി. പിന്നെ അമ്മ പറഞ്ഞ സാരി പരമാവധി നമുക്ക് കയറ്റിയിട്ട് പോയി നോക്കാം, സാരി ഉടുത്താലേ അമ്പലത്തിൽ പോകുമ്പോൾ ഒരു രസൂലോ എന്ന് പറഞ്ഞിട്ട് സാരി തന്നെ ഉടുത്തു. ഈ സെറ്റ് സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അമ്പലത്തിൽ പോകുമ്പം സെറ്റ് സാരി എടുക്കുന്നത് ഒരു പ്രത്യേക ഭംഗിയാണ്. അങ്ങനെ സാരിയും കയറ്റി പിടിച്ചുകൊണ്ട് നമ്മൾ നേരെ അമ്മമ്മയുടെ വീട്ടിലേക്ക് നടന്നു. ആദ്യം പോകേണ്ടത് ലക്ഷ്മി അമ്മമ്മനെ കൂട്ടാനാണ്. അങ്ങനെ നമ്മൾ നേരത്തെ ലക്ഷ്മി അമ്മമ്മയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അമ്മമ്മയാണെങ്കിൽ നേരത്തെ റെഡി ആയിട്ട് നമ്മളെ കാണാത്തതുകൊണ്ട് ഒരു ഉറക്കം അങ്ങ് കഴിഞ്ഞു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി നേരെ അമ്മമ്മയുടെ വീട്ടിലേക്ക് പോയി. അച്ഛനാണെങ്കിൽ അവിടെ നിന്ന് കാർ എടുക്കുമെന്ന്. ഞാനാണെങ്കിൽ അതിനിടയിൽ 2-3 വീഡിയോസ് എടുത്തു. എനിക്ക് ഈ സാരി ഉടുത്തിട്ട് എന്നെ കാണാൻ ഭയങ്കര ഇഷ്ടമായി. എനിക്ക് സ്വതവേ സാരി ഉടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നെന്തോ എനിക്ക് അതിനൊരു പ്രത്യേക ഭംഗി പോലെ. അമ്മമ്മയും ലക്ഷ്മി അമ്മമ്മയും വണ്ടിയിൽ കയറിയത് മുതൽ തുടങ്ങും കഥ പറയാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കാർക്കും അവിടെ വർത്തമാനം പറയാനുള്ള സ്പേസ് ഇല്ല. ഇനി ഫുൾ അമ്പലത്തിലേക്ക് എത്തുന്നത് വരെ ഇവരെ കഥ നമ്മ ഇങ്ങനെ കേട്ടിരുന്നോളാം. അതിനിടയിൽ നമ്മളെ സംസാരിക്കാൻ വിടുകയില്ല. ഇവർക്ക് കുറേ കാര്യങ്ങളുണ്ടാവും പറയാൻ. നമുക്കതിനിടയിൽ വർത്തമാനം പറയാനുള്ള ഒരു സ്പേസ് പോലും ഇല്ല. അങ്ങതാ GSS ഉദനൂർ എന്ന് എഴുതിയത് കണ്ട, അങ്ങോട്ടേക്കാണ് ഞാൻ പണ്ട് പഠിച്ച സ്കൂള്. അപ്പം ഞാൻ ഇതുവഴിയാണ് അന്നേരം ഇപ്പം സൈക്കിൾ എടുത്തിട്ട് പോലെ. ഇപ്പം നമ്മൾ രാവിലെ അമ്പലത്തിൽ പോകുന്ന സമയത്ത് ഉദനൂർ സ്കൂളിലേക്ക് കുറേ കുട്ടികൾ പോകുന്നുണ്ട്. അവർ പോകുന്നതാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. മുടിയാണെങ്കിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. മുടിയാണെങ്കിൽ കണ്ണിലേക്ക് ഇങ്ങനെ പറന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ മുടിയെല്ലാം കൂടിയിട്ട് ബാക്കിൽ കെട്ടി വെച്ചു. പുലർച്ചക്ക് നല്ല മഴയാണെന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് ഇടിയെ നല്ല മഴ തന്നെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ അല്ല, മഴ ഒട്ടും ഉണ്ടായിട്ട. നല്ലൊരു കാലാവസ്ഥയാണ് ഉണ്ടായത്. എന്തോ ഭാഗ്യത്തിന് മഴ പെയ്തിട്ടേ ഇല്ല. നല്ലൊരു ഇളം വെയിലാണ് ഉണ്ടായത്.
രാവിലത്തെ ഓരോ കാഴ്ചയും കണ്ട് കാറിൽ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കാറ്, ബൈക്ക്, അതുപോലെ ട്രെയിൻ, ഇത് മൂന്നും ഭയങ്കര ഇഷ്ടമാണ്. ബസ്സൊന്നും എനിക്ക് അത്ര ഇഷ്ടമല്ല. എനിക്ക് ബസ്സിൽ ഇഷ്ടമാണ്, സൈഡ് സീറ്റെല്ലാം കിട്ടിയാൽ ഇഷ്ടമാണ്, അല്ലാത്ത പക്ഷെ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എനിക്കിങ്ങനെ ഓരോ കാഴ്ച കണ്ട് പോകണം, ഓരോ കാഴ്ചയും കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ പോകണം, അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ കാറിലായാലും എനിക്ക് നടുക്കിരിക്കാൻ ഒട്ടും ഇഷ്ടമല്ല, ഞാൻ സൈഡ് മാത്രമേ ഇരിക്കൂ. സൈഡ് സീറ്റ് കിട്ടിയാൽ മാത്രമേ എനിക്ക് എവിടെയെങ്കിലും പോകാനൊരു ഇഷ്ടം ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ ഇത് അമ്പലത്തിലേക്ക് എത്താനായിട്ടുണ്ട്. കാറിലാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം എനിക്കാണെങ്കിൽ സൈഡ് സീറ്റ്, കാറ്, പാട്ട്, ഇത് മൂന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സൈഡ് മിണ്ടാതിരിക്കും. അങ്ങനെ നമ്മൾ ഇത് അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്താനായിട്ടുണ്ട്. രാവിലെ തന്നെ കുളിച്ച് അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഒരു സമാധാനം വേറെ തന്നെയാണ്. എനിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒന്ന് അമ്പലത്തിലേക്ക് എത്തിയാൽ മതിയെന്നാണ് ഉണ്ടായത്. അങ്ങനെ നമ്മൾ ഇത് അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അച്ഛനാണെങ്കിൽ കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയിട്ടാന്നില്ലേ. വിചാരിച്ചത്ര ആൾക്കാരില്ല. ഞാൻ നല്ല ആൾക്കാർ പ്രതീക്ഷിച്ചാണ്, പക്ഷെ നമ്മൾ വിചാരിച്ചത്ര ആൾക്കാരില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ തൊഴുതിട്ട് വരാൻ പറ്റും. സാരി ഉടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഇത് ഉടുത്ത് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര അതക്കടായിട്ട് തോന്നും. മറ്റുള്ളവർ സാരിയിൽ ഉടുത്ത് നല്ല കൂളായിട്ട് നടക്കുന്ന കാണാം, പക്ഷെ എനിക്ക് ഈ സാരി ഉടുത്താൽ എനിക്ക് ഒട്ടും ശരിയാവില്ല എന്നല്ല, ആ ഉടുത്ത വൃത്തി ലാസ്റ്റ് വരെ ഉണ്ടാവില്ല. ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ കൊളാക്കും. എനിക്കാണെങ്കിൽ പെട്ടെന്ന് ഞാൻ എണീച്ച് നടക്കും, പെട്ടെന്ന് ഇരിക്കും. നടത്തത്തിലാണെങ്കിലും എനിക്കത്ര ഒതുക്കമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സാരി എനിക്ക് പെട്ടെന്ന് കൊളായി പോകും. അതുകൊണ്ട് ഇന്ന് ഞാൻ പരമാവധി സാരി വൃത്തികേടാക്കാണ്ട് നല്ല ഒതുക്കത്തിലാണ് നടന്നിട്ടുണ്ടായത്. എന്നാലും എനിക്ക് എവിടെയോ ഒരു ബുദ്ധിമുട്ട് പോലെ ഉണ്ടായിനി. എനിക്ക് അമ്മയുടെ സാരിയും നല്ല ഇഷ്ടമായിനി. എനിക്കിതുപോലത്തെ ബ്രൗൺ കളറെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഇല്ലെങ്കിൽ ഈ ഒരു അമ്പലത്തിൻ്റെ ഈ ഒരു ഭാഗത്തെല്ലാം ഈ കൈനോട്ടക്കാർ കുറേ ആൾക്കാരുണ്ടാവേ. നമ്മൾ വയ്യത്തേ നടക്കും, കൈ നോക്കാൻ മോളെ എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാരുണ്ടാവലുണ്ട്. ഇപ്രാവശ്യം എന്തേന്നറിയില്ല, ഒരാൾ പോലും ഉണ്ടായിട്ടാ. എനിക്ക് ഈ ചന്ദനത്തിരി ഒരു പ്രാന്താണ്. എനിക്ക് വെറൈറ്റി മണത്തിലില്ലേ ചന്ദനത്തിരിയെല്ലാം എനിക്കിങ്ങനെ മേടിച്ച് വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇതുപോലെ കുറേ കച്ചവടമുണ്ട്. എല്ലാം ഞാൻ നോക്കി വെച്ചിട്ടാണ് പോയത്. തിരിച്ചു വരുമ്പോൾ എന്തായാലും മേടിക്കണം എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നമ്മൾ നേരെ അമ്പലത്തിലേക്ക് നടന്നു. അമ്പലത്തിൻ്റെ അകത്ത് ചെറുതായിട്ട് തിരക്ക് പോലെ ഉണ്ടായിനി. അമ്മ നേരെ പോയി പുഷ്പാഞ്ജലി കഴിപ്പിച്ചു. ഞാനാണെങ്കിൽ കുറേ നേരം അമ്പലത്തിൻ്റെ ആ പ്രാർത്ഥനയും കേട്ടിട്ട് ഒരു കസേരയുടെ മുകളിൽ ഇങ്ങനെ ഇരുന്നു. പുഷ്പാഞ്ജലി കഴിക്കാൻ പോയെടുക്കുക ചെറുതായിട്ട് തിരക്കുണ്ടായതുകൊണ്ട് തന്നെ കുറച്ച് വൈകിട്ട് ഉണ്ടായിന് അമ്മ വരാൻ വേണ്ടിയിട്ട്. കുറേ നേരം ഞാൻ കസേരയുടെ മുകളിൽ തന്നെ ഇരുന്നു. അമ്പലത്തിൽ കയറി ഞാൻ പുറത്തില്ലേ കുറച്ച് വീഡിയോസ് മാത്രമേ എടുത്തിട്ടു. ഞാൻ അകത്തേക്ക് കയറിയതിന് ശേഷം ഫോൺ എടുത്തിട്ടേ ഇല്ല. വീഡിയോ എടുക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷെ ഞാൻ അകത്ത് കയറിയിട്ട് ഞാൻ ഫോൺ എടുത്തിട്ടേ ഉണ്ടായിട്ട് ഞാൻ ഫോണ് സൈലൻ്റ് ആക്കിയിട്ട് അമ്മമ്മയുടെ ബാഗിൽ വെച്ചിട്ടാണ് ഉണ്ടായത്. അങ്ങനെ പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം പ്രസാദം മേടിക്കാൻ വേണ്ടി പോയി. പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം നല്ല സമാധാനമായി. ഇല്ലെങ്കിലും അമ്പലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്നില്ലാത്തൊരു സമാധാനമാണല്ലേ. അങ്ങനെ മെയിനായിട്ട് ഈ അമ്പലത്തിലുള്ളൊരു പ്രസാദമാണ് പയറും ചിക്കനും. അത് നല്ല ടേസ്റ്റാണ്. അപ്പം അമ്മ എല്ലാം മേടിച്ചിട്ടുണ്ടായിന്. ഞാൻ ആ പ്രസാദം ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം. അകത്ത് കയറി പ്രാർത്ഥിച്ച ശേഷം നമ്മൾ കുറേ നേരം ആ അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ടുണ്ടായിനി. ആ പ്രാർത്ഥന കേട്ടിരിക്കുമ്പം മനസ്സിന് വേറെ തന്നെ ഒരു സുഖമാണ് ഉണ്ടായത്. അവിടെ ഇരുന്ന് കുറേ ആൾക്കാർ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ ഇങ്ങനെ ഇരുന്ന് ഓരോ വർത്താനം പറഞ്ഞു, ഫോട്ടോസ് എടുത്തു, വീഡിയോസ് എടുത്തു. ലക്ഷ്മിയമ്മ ആണെങ്കിൽ അതിനിടയിൽ ഓരോരോ വർത്താനങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന്. കുറേ നേരം ലക്ഷ്മിയമ്മമാരുടെ തമാശയും കേട്ടിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നു. അപ്പം നമ്മയാണെങ്കിൽ ഒരു 11 മണി 11:30 ആകുമ്പോഴേക്കും പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ടുണ്ടായിനി. അച്ഛനാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വരെ പോകാനുണ്ട്. അപ്പോൾ ചോറ് കഴിക്കണോ എന്നുള്ളത് ആദ്യം കൺഫ്യൂഷനാണ് ഉണ്ടായത്. അച്ഛനെ തിരക്കായതുകൊണ്ട് തന്നെ ചോറ് കഴിക്കാൻ പറ്റൂല എന്നാണ് വിചാരിച്ചത്. അപ്പം അമ്മ പറഞ്ഞു ഏതായാലും ഇങ്ങോട്ടേക്ക് വന്നേല, അപ്പം നമുക്ക് ചോറും കൂടി കഴിച്ചിട്ട് തന്നെ പോകാമെന്ന് പറഞ്ഞു. ചോറ് എടുക്കാൻ ക്യൂ നിൽക്കണം. അപ്പോൾ ക്യൂ എല്ലാം നിൽക്കുമ്പോഴേക്ക് കുറേ വൈകും എന്നാണ് വിചാരിച്ചത്. ഏതായാലും ഫുഡ് കൊടുക്കാൻ ഒരു 12:30 എല്ലാം ആവും. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചന്തയിലേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ ചന്തയിൽ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോൾ ഞാനൊന്നും മേണിക്കൂല, പക്ഷെ എനിക്ക് ആടത്ത് ഇങ്ങനെ ഓരോ സാധനങ്ങൾ നോക്കാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അമ്പലത്തേക്ക് കയറുന്ന സമയത്ത് കുറേ ചന്ദനത്തിരി അങ്ങനെ കുറേ സാധനങ്ങളെല്ലാം നോക്കിയിട്ടുണ്ടായിനി. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ മേണിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നേരെ ചന്തയിലേക്ക് നടക്കാൻ വിചാരിച്ചു. അതിനിടയിൽ ഞാൻ അച്ഛൻ്റെ അമ്മയും കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തു കൊടുത്തു. അങ്ങനെ ഞാൻ നേരെ ചന്തയിലേക്ക് നടന്നു.
അങ്ങനെ കുറേ നേരം ചന്ത നോക്കുന്നതിനിടയിലാണ് എനിക്ക് ഒരു കുഞ്ഞ് മിനി ഫാൻ കിട്ടിയത്. എനിക്കിത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. കാണാനും നല്ല ക്യൂട്ടുണ്ട്, പക്ഷെ എനിക്ക് ലബൂബു ആയതുകൊണ്ട് തന്നെ എന്തോ ഒരു പേടി. കുറേ ആൾക്കാർ ഈ ലബൂബു മേടിച്ചിട്ട് കത്തിച്ച് കളയുന്ന വീഡിയോസെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. സത്യാന്നൊന്നും അറിയില്ല, എന്നാലും പേടിയോടെ മേടിച്ച് ബാഗിൽ വെക്കുന്ന എന്തിനു വിചാരിച്ചിട്ട് ഞാനത് വേണ്ടാന്ന് വിചാരിച്ചു. അതിനിടയിൽ അമ്മമ്മ ഒരു നല്ല മാല എടുത്തിട്ടുണ്ടായിന്. അത് കാണാൻ നല്ല രസമുണ്ട്. കുറേ കളർഫുള്ളായിട്ടുള്ള സ്റ്റോൺ വെച്ചിട്ടുള്ളൊരു മാല. ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അമ്മമ്മക്കും കണ്ടപ്പോൾ നല്ല ഇഷ്ടമായതുകൊണ്ട് തന്നെ ആ ഒരു മാല എടുക്കാമെന്ന് വിചാരിച്ചു. ഒന്നാമതേ സാരി ഉടുത്താൽ എനിക്ക് നല്ല വൃത്തിയിൽ ശ്രദ്ധിക്കാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പം നല്ല ഒതുക്കിയിട്ടാണ് അമ്മനോട് ഉടുത്തരാൻ പറയല്. ഈ ഞെറിവെല്ലിട്ട് നല്ല അട്ടി കുത്തിയിട്ടാണ് ഉടുത്തരാൻ പറയല്. പക്ഷെ ഇതുപോലത്തെ സാരിയെല്ലാം അട്ടി കുത്തി ഉടുത്താൽ ഭയങ്കര വൃത്തിയോടായിരിക്കും. അതുകൊണ്ട് തന്നെ അമ്മ പറഞ്ഞു അട്ടി കുത്തണ്ട, ഇതുപോലെ അയച്ചിട്ടാൽ മതി എന്ന് പറഞ്ഞു. എനിക്ക് ആദ്യം ബുദ്ധിമുട്ടെന്നൊക്കെ തോന്നിയിനി, പക്ഷേ ഉടുത്തിട്ട് വന്നപ്പോഴേക്കും നല്ല ഇഷ്ടമായിന്. അതിനിടയിൽ ലക്ഷ്മിയമ്മ എനിക്ക് പൈസ എടുത്തെന്നിട്ട് പറഞ്ഞു, ഇന്ന മോളെ നിനക്ക് ഇഷ്ടമില്ലത് മേടിച്ചാന്ന് പറഞ്ഞിട്ട് എനിക്ക് പൈസ തരുന്നുണ്ട്. വേണ്ട അമ്മമ്മ, എൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്ന് പറഞ്ഞപ്പം നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു, ഇന്ന ഇതെടുത്തോ, നിനക്ക് ഇഷ്ടമില്ലത് എന്തെങ്കിലും മേടിച്ചോന്ന് പറഞ്ഞിട്ട് എന്നെ ഒരേ നിർബന്ധിക്കലന്നെ. പക്ഷെ ഞാൻ മേടിച്ചിട്ടുണ്ടായിട്ടാ. അങ്ങനെ ഒരു ഉച്ചയായപ്പം ഞാനും അമ്മയും പോയിട്ട് ടോക്കൺ എടുത്തു. കുറച്ച് നേരം ക്യൂ നിൽക്കാനുണ്ടായിനി. അങ്ങനെ ടോക്കൺ എടുത്തിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ആടെയും അത്യാവശ്യം നല്ല ക്യൂ തന്നെ ഉണ്ടായിനി. പെട്ടെന്ന് നീങ്ങി പോകുന്നെന്ന് പറഞ്ഞത്. ആടെയാണെങ്കിൽ ഭയങ്കര വെയിൽ. കുറേ നേരം ഞാൻ ക്യൂവിൽ നിന്നു. പിന്നെ എനിക്ക് ഒട്ടും പറ്റുന്നില്ല എന്ന് കണ്ടപ്പം ഞാനൊരു തണലത്തേക്ക് വന്നിട്ട് നിന്നു. ലക്ഷ്മിയമ്മ ആണെങ്കിൽ ആരെ കണ്ടാലും വർത്താനം പറയും. ഇതാരാന്നൊന്നും അറിയില്ല, അവരോട് എന്തെല്ലോ വർത്താനം പറയുന്നുണ്ട്. അങ്ങനെ ഓരോ വർത്താനം പറഞ്ഞ് ആ ക്യൂ നീങ്ങിയത് അറിഞ്ഞിട്ടേ ഇല്ല. കുറേ നേരം അങ്ങനെ ആടുന്ന എല്ലാവരോടും ആടെ നിന്നിട്ടില്ല, ഒട്ടുമിക്ക എല്ലാ ആൾക്കാരോടും ലക്ഷ്മിയമ്മ ഓരോ വർത്താനം പറയുന്നുണ്ട്. അങ്ങനെ ഇവരെ വർത്താനവും കേട്ട് ക്യൂ നീങ്ങിയത് ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. പെട്ടെന്ന് ക്യൂ നീങ്ങുന്നുണ്ടായിനി. ആദ്യം ക്യൂ കണ്ടപ്പോൾ ഞാൻ നല്ലോണം പേടിച്ചിനി. അത്യാവശ്യം നല്ല വലിയ ക്യൂ തന്നെയാണ് ഉണ്ടായത്. പക്ഷെ പെട്ടെന്ന് ക്യൂ നീങ്ങിയിട്ടുണ്ടായിനി. അങ്ങനെ ചോറ് ഇതാ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതിനകത്തും നല്ല തിരക്കാന്നുണ്ടായത്. സത്യം പറഞ്ഞാൽ ഇരിക്കാൻ പോലും സീറ്റ് ഉണ്ടായിട്ടാ. എല്ലാവരും വേറെയാന്ന് ഇരുന്നിട്ടുണ്ടായത്. ഞാനിതാ ഈ അച്ഛൻ്റെ അടുത്താണ് ഇരുന്നിട്ടുണ്ടായത്. എല്ലാവരും സ്പീഡ് ചോറ് കഴിക്കുന്നുണ്ട്. എനക്കാണെങ്കിൽ ചൂട് കൊണ്ട് കൈ അതിനകത്ത് വെക്കാൻ പോലും പറ്റുന്നില്ല. നല്ല ചൂടുണ്ടായിരുന്നു ചോറ്. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് മെല്ലെ ചോറ് കഴിച്ചു. പക്ഷെ ഞാൻ എല്ലാം കഴിച്ച് തീർത്തിട്ടുണ്ടായിട്ട് എനിക്ക് ആ ഒരു സമയത്ത് അത്ര വലിയൊരു വിശപ്പ് ഉണ്ടായിട്ടാ. ഇന്നലെ രാത്രിക്ക് ഞാൻ ഫുഡ് കഴിക്കാണ്ടാന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടായത്. ഇന്നലെ രാത്രിക്ക് ഒരു വിശപ്പ് ഉണ്ടായിട്ട്, അതുകൊണ്ട് ഞാൻ ഒന്നും കഴിച്ചിട്ടാ. രാവിലെ ആകുമ്പോഴേക്കും രാത്രി കഴിക്കാത്തതുകൊണ്ട് അത്യാവശ്യം നല്ല പോലെ വിശന്നു. അതുകൊണ്ട് തന്നെ രാവിലെ നല്ലോണം ഫുഡ് കഴിച്ചു. അതുകൊണ്ട് ഉച്ചക്ക് ഒട്ടും വിശപ്പുണ്ടായിട്ടാ. അങ്ങനെ ഫുഡും കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് വിട്ടു. ഇനിയിപ്പം വീട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഞാനാണെങ്കിൽ അലക്കിയിട്ടുണ്ടായിട്ടാ. പുലർച്ചയ്ക്ക് എണീച്ചോണ്ട് തന്നെ ആ രാത്രി കിട്ടിയ ഡ്രസ്സൊന്നും അലക്കിയിട്ടുണ്ടായിട്ടാ. ഇനിയിപ്പം വീട്ടിൽ പോയിട്ട് അലക്കണം. എനിക്കിനി ചിലപ്പോൾ മടി വന്നാലും ഞാൻ നാളെ ആയിരിക്കും അലക്കൽ. എന്താ വെച്ചാൽ ഇപ്പം ആകെ ടയേർഡായി. രാവിലെ ഇറങ്ങിയോണ്ട് തന്നെ ഇപ്പം ആകെ നല്ല ഉറക്കം വരുന്നുണ്ട്. രാവിലെ ഉറങ്ങി എണീച്ചോണ്ട് തന്നെ ഇപ്പം അത്യാവശ്യം നല്ല പോലെ ഉറക്കം വരുന്നുണ്ട്. എനിക്കാണെങ്കിൽ അമ്മമ്മ മേടിച്ച് ഒരു മാല ഭയങ്കര ഇഷ്ടമായിന്. എനിക്കിതുപോലെ കളർഫുൾ ആയിട്ടുള്ള സ്റ്റോൺ ടൈപ്പ് മാലെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അതിനിടയിൽ എനിക്ക് ചെറുതായിട്ട് വിശന്നപ്പം ഒരു പീടികയിൽ നിർത്തിയിട്ട് അവിടുന്ന് കുറച്ച് ലൈസും ചോക്ലേറ്റ് എല്ലാം മേടിച്ചു. ലക്ഷ്മിയമ്മ ആണെങ്കിലും നല്ല ഉറക്കമാണ്. കുറേ നേരം കാറിലിരുന്നിട്ട് ഓരോ വർത്താനം പറയുന്നുണ്ട്. പിന്നെ മിണ്ടുന്നേ ഇല്ല. ഞാൻ വിചാരിച്ചു ലക്ഷ്മിയമ്മ എന്തപ്പം മിണ്ടാത്ത്. നോക്കുമ്പോഴേക്കും നല്ല ഉറക്ക്. അങ്ങനെ നമ്മ ഇതാ വീട്ടിലേക്ക് എത്തി. ലക്ഷ്മിയമ്മരെ വീട്ടിലിറക്കി. ഇതാണ് കേട്ടോ അമ്മമ്മേരെ വീട്. ഇനിയിപ്പോൾ നേരെ നമ്മളെ വീട്ടിലേക്ക് പോകണം. അടുത്തടുത്ത് തന്നെയാണ്, എല്ലാവരുടെ വീടും അടുത്തടുത്ത് തന്നെയാണ്. ലക്ഷ്മിയമ്മ കുറേ പ്രസാദം, അതുപോലെ തന്നെ ചന്ദനത്തിരി, അങ്ങനെ കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിന്. എനിക്കെങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയിട്ട് ഈ പ്രസാദം ഒന്ന് കഴിച്ചാൽ മതി എന്നാണ് ഉണ്ടായത്. കുഞ്ഞാവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്കേ വിളിക്കുന്നുണ്ട് വരലായിട്ടേന്ന് ചോദിച്ചിട്ട്. അവളാണെങ്കിൽ വീട്ടിൽ ഒറ്റക്ക് തന്നെയായത്. അവൾക്ക് ബോറടിച്ചു. അച്ഛനും കൂടി ഉണ്ടായിനി. കുഞ്ഞാവ് വരാത്തതുകൊണ്ട് തന്നെ അച്ഛനും കൂടി വന്നിട്ടുണ്ടായിട്ടാ. കുഞ്ഞാവ് ഒറ്റക്കല്ലേ എന്ന് പറഞ്ഞിട്ട്. ഈ പ്രസാദം ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ഒരു മണമുണ്ട്. ഒന്നാമത് ഈ ഇലയുടെ മണവും കൂടി ആയിട്ട് നല്ലൊരു ഒരു കൊതി വരുന്നൊരു മണമാണ് ഉണ്ടായത്. ഇതാണ് ഞാൻ പറഞ്ഞത്, പയറും ചിക്കനും ഈ ഒരു പ്രസാദം അടിപൊളി ടേസ്റ്റാണ്. എനിക്കാണെങ്കിൽ ഇത് ഓപ്പൺ ആക്കിയപ്പോഴേക്കും എൻ്റെ വായിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങിയിനി. ഓപ്പൺ ആക്കിയത് മാത്രമേ ഉള്ളൂ, അത് പെട്ടെന്ന് തന്നെ തീർന്നിനി.
വീട്ടിലെത്തിയിട്ട് സാരിയിൽ അയച്ചപ്പോഴേക്കും ഭയങ്കര ആശ്വാസമായി. എനിക്കാണെങ്കിൽ ഇത്ര നേരം ആ സാരി എടുത്തിട്ട് എന്നെ ആകെ ഒരു വലിച്ചു മുറുക്കി കെട്ടിയിട്ട പോലെയാണ് ഉണ്ടായത്. സാരി എടുത്തപ്പോഴേക്കും സമാധാനമായി. സാരി എടുക്കുന്നവർക്ക് മനസ്സിലാവും അതിൻ്റെ ബുദ്ധിമുട്ട്. സാരി അയച്ചു കഴിഞ്ഞാൽ എന്തെന്നില്ലാത്തൊരാശ്വാസമാണ്. കുറേ നേരം ടി വി കണ്ടുകൊണ്ട് പ്രസാദവും കഴിച്ച് ആടെ ഇങ്ങനെ ഇരുന്നു. എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഉറക്കം വരുന്നുണ്ട്. രാവിലെ എണീച്ചുകൊണ്ട് തന്നെ ചോറ് കുറച്ച് വെച്ചുകൊണ്ട് തന്നെ ഈ ഒരു സമയമാകുമ്പോഴേക്കും ചെറുതായിട്ട് വിശന്നു. അങ്ങനെ ഞാൻ അച്ഛൻ നേരത്തെ മേടിച്ചിട്ടുണ്ടായിരുന്നു ബാക്കി വന്ന 2 ലൈസ് ഞാൻ പെരി പെരി ലേസാക്കി. ഇതിപ്പം ട്രെൻഡിങ് ആയിട്ടില്ലേ ലേസാണ്. ഞാൻ ഇതിനിടയിൽ ഷോർട്സ് വീഡിയോ ഇട്ടാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. എനിക്കാണെങ്കിൽ ആ ഒരു ഐറ്റം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പം അങ്ങനെ ചെറുതായിട്ട് വിശന്നപ്പം ഞാൻ പെരി പെരി ലേസാക്കിയിട്ട് കഴിച്ചു. കുറേ പേർക്ക് ഈ ഒരു ഐറ്റം ഇഷ്ടമായിട്ടാണ്, പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കുഞ്ഞാവക്കും അത്ര വലിയൊരു ഇഷ്ടമായിട്ടാണ്, എനിക്കും അമ്മക്കും നല്ല ഇഷ്ടമായി. നല്ല ക്രീമി ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിന്. എനിക്ക് നീല ലൈസ് ഭയങ്കര ഇഷ്ടമാണ്. പണ്ട് ഓറഞ്ചാണ് ഇഷ്ടമുണ്ടായത്, ഇപ്പം എനിക്ക് നീല ഭയങ്കര ഇഷ്ടമാണ്. ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ലൈസെല്ലാം കഴിച്ച ശേഷം അമ്മയുടെ അനിയൻ വന്നിട്ടുണ്ടായിന്. ഇതെൻ്റെ അമ്മയുടെ കസിൻ ബ്രദറാണ്. ഏട്ടനപ്പുറം കിച്ചുവേട്ടൻ്റെ വീട്ടിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിന്. അങ്ങനെ നമ്മൾ രണ്ടാളും കൂടി നേരെ കിച്ചുവേട്ടൻ്റെ വീട്ടിലേക്ക് നടന്നു. പക്ഷെ അപ്പുറം ആരും ഉണ്ടായിട്ട, അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വിട്ടു. ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്താലോ? എനിക്കാണെങ്കിൽ നല്ല പോലെ ഉറക്കം വരുന്നുണ്ട്. ഇനി ഞാൻ കുറച്ച് നേരം പോയിട്ട് കിടന്ന് ഉറങ്ങട്ടെ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വേറെ ദിവസം കാണാം. അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.